ഹലോ, നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് സ്പെയിനിലെ കറ്റാലൂണിയയിലുള്ള ഒരു മലനിരയിലേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് മോൺസറാത്ത് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. മോൺസറാത്ത് മൊണാസ്ട്രിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു ഐതിഹ്യം. അതെന്താണെന്ന് വെച്ചാൽ ഏകദേശം 880കളിൽ അവിടെ ആടിനെ മേയ്ക്കാൻ പോയിക്കൊണ്ടിരുന്ന കുട്ടികൾ അവിടുത്തെ ഒരു ഗുഹയിൽ നിന്ന് വിചിത്രമായിട്ടുള്ളൊരു വെളിച്ചവും അതിൻ്റെ കൂടെ ഒരു സംഗീതവും കണ്ടപ്പോൾ അവർ ആ ഗുഹയിലേക്ക് നാട്ടുകാരെയും അവിടുത്തെ ബിഷപ്പിനെയും എല്ലാം കൂട്ടിക്കൊണ്ടുപോയിട്ട് തെരച്ചിൽ നടത്തി. ആ സമയത്ത് അവരവിടെ ബ്ലാക്ക് മഡോണ എന്ന് ഇന്നറിയപ്പെടുന്ന ഈ ശില്പം കണ്ടു. ഇത് കന്യാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ശില്പമായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവരെന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ ഇതിനെടുത്തിട്ട് നമുക്ക് നഗരത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അവരതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അവരത് ശ്രമിക്കും തോറും ഈ ശില്പത്തിന് ഭാരം കൂടി 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 വന്നു. അപ്പോൾ അവർ തീരുമാനിച്ചു ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇതിന് ചുറ്റും ചാപ്പലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ള പോലെ. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഏകദേശം 1025 AD ഇന്ന് അവിടെ കാണുന്ന ബെനഡിക്റ്റർ മഠം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ബെനഡിക്റ്റർ മഠത്തിന് സ്പെയിനുകാരുടെ ഹീറോ എന്നറിയപ്പെടുന്ന അന്റോണിയോ ഗൗഡിയായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അവിടെ തന്നെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിരുന്ന അന്റോണിയോ ഗൗഡി അവിടുത്തെ മലനിരകളിലെ ആ ഒരു ഷേപ്പും സ്ട്രക്ചറും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശില്പത്തിലും കൺസ്ട്രക്ഷനിലും എല്ലാം വരുത്തിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ പ്രതിമ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്കാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നടക്കുമ്പോൾ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിമ പോലെ. ആ ശില്പചാതുര്യം തന്നെയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചർച്ചയായിട്ട് 2026 പ്രഖ്യാപിക്കപ്പെട്ട സഗാറ ഫാമിലിയുടെ കൺസ്ട്രക്ഷനിലും നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെയും മുഖ്യ കൺസ്ട്രക്ഷൻ ചെയ്തിരുന്ന ആൾ അന്റോണിയോ ഗൗഡി ആയിരുന്നു. പിന്നെ നമ്മുടെ മോൺസറാത്ത് മൊണാസ്ട്രിയിൽ ഇതുപോലെ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും എന്നാണ് പറയപ്പെടുന്നത്. നമ്മളും അവിടെ പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം ഇതേപോലെ സഫലമാവട്ടെ. താങ്ക് യു.